ഞാൻ ചിക്കൻ 65 ഉണ്ടാക്കാനാട്ടോ പിള്ളേർക്ക്. 2 ദിവസം മുമ്പ് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലില്ലാത്ത കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് കുറച്ച് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പ്രാവശ്യം അവനെ അങ്ങനെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മേടിച്ചെല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമായി. അപ്പോൾ ഫ്രീസറിൽ ഇരിക്കണ കാരണം മാറ്റാൻ ഇത്തിരി വൈകിയാതെ ഇത്ര നേരം ആയത്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി, ഒരു കൈക്കണക്കൊക്കെ ആട്ടോ ഇടുന്നത്, ഒന്നും തോന്നരുത്. അളവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കനുസരിച്ച് ഞാൻ ചെയ്യും. അപ്പോൾ ഇതിൽ മഞ്ഞ കളർ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ലേശം മുളക് പൊടി ഉണ്ട്, അതും ഞാൻ ഇതിൽ തിരിഞ്ഞു. വല്ലാണ്ട് എരിവ് വേണ്ടല്ലോ, അതുകൊണ്ട് വല്ലാണ്ട് എരിവ് വേണ്ടാത്ത കാരണം ഞാനിങ്ങനെ തിരുമ്മി പിള്ളേർ തിന്നണമല്ലേ, അതുകൊണ്ട് അധികം എരിവ് വേണ്ട. അമ്മു ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് മതി കേട്ടോ, അവളതിൻ്റെ ഇടയിൽ കൂടെ വേറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എനിക്ക് ലേശം ഗരം മസാലപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അതൊക്കെ തിരുമ്മി കുത്തി വെക്കുന്നു. പിന്നെ ലേശം പെരുംജീരകം ഞാൻ പൊടിച്ചു, അമ്മയ്ക്കല്ലേ കൊണ്ടുവച്ച് പൊടിച്ചു, നല്ലതാണ്. എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ലേശം കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ അടപ്പിലെടുത്ത് വെച്ചതാണ്, ഒരു കൈക്കണക്കാണ് അങ്ങനെ ഇട്ട്. പിന്നെ കൊഴു വറുക്കാൻ വെച്ചിട്ടുണ്ട്, അത് ഒന്ന് ഇടയ്ക്കൊന്ന് മടക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ സോപ്പാക്കിടിയൊന്ന്. അപ്പോൾ കൊഴു വറുത്തപ്പോൾ ഞാൻ അതിന് 2 പീസ് കടിച്ച് വെച്ച് ഉപ്പുണ്ടോ നോക്കണ്ടേ, അതിപ്പോൾ കഴിഞ്ഞു. അതിന് ലേശം ഇവിടെ ആൾ ബിരിയാണി വെക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ ലേശം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തുണ്ട് ഇങ്ങനെ ചേർത്ത് കുറച്ച് തന്നാൽ മതി, ഒരു കളർ കിട്ടാൻ. അധികം മറ്റേ കാശ്മീരി ചില്ലി പൊടിയൊന്നും ഇല്ല, മുളക് പൊടി, അതുണ്ടെങ്കിൽ സുഖമായിരുന്നു. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് അമ്മിക്കല്ലെ കൊണ്ടുപോയി അരച്ച് കൊണ്ടുവന്ന് വെച്ചത്. അത് ഞാൻ കുറച്ച് നേരം ഇത് എന്താ പറയുക തിരുമ്മി പൊത്തി വെക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അവൾ പറത്തിക്കൊണ്ട് പോവുക, അവൾ കൊടുക്കട്ട കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അരച്ചത്. അപ്പോൾ ഞാൻ തിരുമ്മി പൊത്തി വെച്ച് ശരിയാവില്ല എന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ നന്നായിരുന്നു. ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ പ്രാവശ്യം നന്നാവുന്നില്ലല്ലോ. അതിനൊരു കൊഴുവ വറുക്കൽ ഞാൻ. ഇനി ലേശം തൈരാട്ടോ ഉപയോഗിക്കുന്നത്. തൈര് ഞാൻ 1 സ്പൂണ് ചേർത്തു, കൂടിയും വിചാരിച്ചു. ഇത് വെള്ളം കുറച്ച് മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ടായ സോഫ്റ്റ് കിട്ടാനാന്നൊക്കെ പറയുന്നുണ്ട്. ലേശം നാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. കാരൊക്കെ ഭയങ്കര പാട്. നാരങ്ങയുടെ നീര് ലേശം ഒഴിച്ചു. ഈ കോലമായി കേട്ടോ, അതതിലിടണ്ടാട്ടോ. ഇനി ചെയ്യാനുള്ളത് കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ ഇതിൽ തിരുമാനുള്ളതാണ്. ലേശം കോൺഫ്ലവർ എടുത്തിട്ട് ഈ കോൺഫ്ലവറാണ് വേണ്ട. ഞാൻ ലേശം മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു മുട്ട പാകം കേട്ടോ. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒരു മുട്ട ഇട്ട് പാകം വെള്ളം പോലെയായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ വളർത്തുന്ന കോഴിയുടെ മുട്ടയാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് പൊട്ടിച്ചിടാം. കെട്ടുപോയതാണോ എന്നൊന്നും വിചാരിക്കണ്ട. ഫ്രഷ് മുട്ട, മുട്ടയാണ്. അപ്പോൾ അത് ഒരെണ്ണം നല്ലതാണ്. അതിനെ നന്നായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഉടച്ചു. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങയിൽ പിടിച്ചില്ലെങ്കിലോ
എനിക്ക് ഓർമ്മയില്ല അന്നെങ്ങനെ ചെയ്തു. ഞാൻ എല്ലാം കൂടെ കനരസം ആക്കി വെച്ചിട്ട് ഇനി തിരിഞ്ഞ് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് മതി. കളറ് വന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ മുളക് കുറവാന്ന് തോന്നുന്നു.